നമ്മൾ കേട്ടു. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലെ പ്രതികരണം കൂടി നോക്കാം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നതോടെ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് BJP. കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് സഭകളുമായി അടുക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നാളെ കേരളത്തിലെത്തും. സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനമുള്ളത്. രാജ്യമൊട്ടാകെ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും എതിരായി ഹിന്ദു സംഘടനകൾ നടത്തിയ അതിക്രമങ്ങൾക്ക് പിന്നാലെ സഭയ്ക്കുണ്ടായ അതൃപ്തിയിൽ പരിഹാരം കാണുമോ എന്നതാണ് ചോദ്യം. BJPയോട് അടുക്കുമ്പോൾ സഭ നോക്കാം. ജോയ്മോൻ ചോദിക്കും ആ ചോദ്യം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു നാളെ സീറോ മലബാർ ആസ്ഥാനത്തെത്തും. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികെ BJPയുടെ തിടുക്കത്തിലുള്ള നീക്കമാണോ ഇത്? ക്രൈസ്തവ സഭയുടെ പിന്തുണ BJPക്കൊപ്പം പോകുമോ? ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, അങ്ങനെ സാധ്യതയൊന്നുമില്ല. അത് കോൺഗ്രസിന് തന്നെയുള്ള സാധ്യതയായിട്ടുള്ളൂ. കോൺഗ്രസ് LDFിന് അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഈ ലാറ്റിനാണ് ഇവിടെ നിശ്ചയിക്കുന്നത്. ലാറ്റി സമുദായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് വന്നാലും അവർ വന്നിട്ട് എന്താണ് കാണിക്കണമെന്ന് നമുക്കൊന്നറിയാം. ഇപ്പോൾ കേന്ദ്രമന്ത്രി വരുന്നത് ഉൾപ്പെടെ ഈ പ്രാവശ്യം BJP മുമ്പത്തേക്കാളും മികച്ച സ്കോറ് നിലനിർത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ മതപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഇപ്പോൾ കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലത് ചെയ്താൽ അവർ വരും, ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർ വന്നില്ലേ. സഭ എന്തായാലും പോകാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ LDF UDF അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ LDFിൻ്റെ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ ആകെ ഇത്തിരി പ്രശ്നത്തിൽ നിൽക്കണതാണ്. എന്നിരുന്നാലും BJP നേട്ടം ഉണ്ടാക്കും. അതിന് കുഴപ്പമൊന്നും നല്ലത് ആരെയാണ് അവർക്ക് ആൾക്കാർ വോട്ട് ചെയ്യും. കൊള്ള സംഗീതമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ പണ്ടില്ലേ അമ്പലം പാർട്ടി അങ്ങനെ ഞങ്ങളൊക്കെ ഒരു അങ്ങനെ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ ജയിക്കും എന്നുള്ള 100% ഉറപ്പാണ്. പോകില്ല പിന്തുണ UDF തന്നെ. എന്തെങ്കിലും അപ്പകഷ്ണം കാണിച്ച് പുറകിൽ കിടക്കണ ഇതുപോലെ ഇങ്ങനെ നടത്താമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാര്യം ഇപ്പോൾ രണ്ട് പക്ഷമാണെങ്കിൽ ഒരു ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ സഭ ഇവർക്ക് നല്ല സപ്പോർട്ടാണ്. കാര്യം ഇവർക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്യേണ്ടെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. പിന്നെ കുറേ കിംവദന്തികളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാം എങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ BJPക്ക് നല്ല സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയുടെ നിലപാട് BJPക്ക് അനുകൂലമാകുന്ന അഭിപ്രായപ്പെടുന്നവർ കുറവാണ്. സഭയുടെ പിന്തുണ കോൺഗ്രസിനായിരിക്കുമെന്നാണ് ഏറെ വന്ന അഭിപ്രായങ്ങൾ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം. ശരി, ജോയ്മോനോടുള്ള അഭിപ്രായം അങ്ങനെ നിലനിൽക്കുകയാണ്. കാരണം കാലങ്ങളായി പരമ്പരാഗതമായിട്ടുള്ള രീതി സഭയ്ക്കുണ്ട്. അതിൽ നിന്നൊരു മാറ്റം ഈ സന്ദർശനം കൊണ്ട് ഉണ്ടാകുമോ എന്നുള്ളത് അവിടെ അവശേഷിക്കുന്ന ചോദ്യമാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്കൊക്കെ വരേണ്ടതുണ്ട്.